പഴയ നിയമത്തിലെ പുരോഹിതന് ഈ പെട്ടകം എടുത്തുകൊണ്ട് വരും. പെട്ടകം എടുത്തുകൊണ്ട് വന്നപ്പോൾ എവിടെ ചവിട്ടി? യോർദാൻ്റെ അടുത്ത് വന്നു. യോർദാൻ്റെ അടുത്ത് വന്നപ്പോൾ യോർദാൻ എന്തായിട്ട് മാറി? രണ്ടായിട്ട് മാറി. പക്ഷെ ആദ്യം ചവിട്ടിയത് ആരാ? പുരോഹിതനാണ്. ആദ്യം ചവിട്ടിയും പുരോഹിതനാണ്. ഞാൻ പണ്ടൊക്കെ പ്രസംഗിക്കായിരുന്നു, പ്രിയരെ, നിൻ്റെ മുമ്പിലുള്ള യോർദാനെ ഇന്ന് പകൽ ദൈവം ശാസിക്കാൻ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുക, ഇപ്പം മാറും. പക്ഷെ ഇപ്പം ഞാൻ പറയത്തില്ല, കാരണം വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ച നേരെയൊക്കെ പോവും. എനിക്ക് പണി കിട്ടിയിട്ടതായിരുന്നു. ഞാൻ ആവേശത്തിൽ ചാടി ഇറങ്ങിപ്പോയി. നമുക്കിപ്പം പഴയ പോലെ ഈ മസിൽ കയറും, ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ എൻ്റെ കൂടെയുള്ള പാസ്റ്റർമാരോട് പറഞ്ഞു, വലിച്ചു കയറി, അച്ഛൻ കയറിപ്പോക്കും, ശരിയാക്കളെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയാൽ. എന്നിട്ട് ഇവരിറങ്ങി. കാരണം വേറെ ആരും ഇറങ്ങാനില്ല. ആദ്യം ഇറങ്ങി. യോർദാൻ്റെ തീരമൊക്കെ എന്ത് ചെയ്യുമെന്നാ? കരകവിഞ്ഞൊഴു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് ഇറങ്ങിയെന്നേ. ഇറങ്ങാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. അല്ലാതെ ഇത് രണ്ടാമൂന്ന് വെച്ച് ഉറപ്പിച്ചൊന്നും ഇറങ്ങിയതാണോ? അങ്ങ് ഇറങ്ങി. തമ്പുരാൻ അങ്ങ് നീതി കാണിച്ചു. ഇതെന്തായി? രണ്ടായി. അപ്പോൾ ആദ്യം ഇറങ്ങുന്നത് ആരാ? പുരോഹിതൻ. എന്നിട്ട് നടുക്ക് നിന്നു. കാരണം എല്ലാവരും എവിടെ കയറണം? അക്കരെ കയറണം. എല്ലാവരും അക്കരെ കയറുന്ന വരെ ആര് നിന്നു? പുരോഹിതൻ. ലക്ഷക്കണക്കിന് ജനവും മക്കളെ അക്കരെ കയറി. എന്തു സമയമെടുക്കും? ഭയങ്കര സമയം എടുക്കത്തില്ലേ? അക്കരെ കയറി. അപ്പോൾ ആദ്യം കയറിയവരെല്ലാം, എൻ്റെ ഭാഷ പറയാൻ, ചെന്നൊരു പടുതയൊക്കെ വലിച്ചു കെട്ടി ടെൻ്റൊക്കെ അടിച്ചിട്ട് അവരങ്ങ് ഇരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പം അവരെല്ലാം കിടക്കാൻ തുടങ്ങി. ചേച്ചി കുഞ്ഞിനെ ഉറക്കുക, ബാബു ബാബു. അപ്പം കുഞ്ഞ് ചോദിച്ചു, അമ്മേ പാർശ്വങ്ങളെന്ത് അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കാതെ ഉറങ്ങിക്കേ, പാർശ്വങ്ങളെന്തെങ്കിലും കാണിക്കും. ബാബു കൊച്ചിനെ ഇറക്കി. മനുഷ്യ വന്ന് കിടക്കുന്നുണ്ടെ കിടക്കും, എനിക്ക് ഉറക്കം വരും. എല്ലാവരും ഉറങ്ങി. പക്ഷേ ഒരു വീട്ടിൽ ഉറങ്ങാൻ ഒക്കത്തില്ല. ഇനി ആരുടെ വീടാ? പാസ്റ്റർ വീടാ. അയാൾ കയറേണ്ടിയായിട്ടേ വിളക്കണയ്ക്കാനൊക്കത്തുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ചില വിളക്ക് കത്തിയിരിക്കുന്നുകൊണ്ടാണ് ഇന്നും പല വിളക്ക് അണയാത്തത്. പല വിളക്കുകൾ അണയാത്തതിൻ്റെ കാരണം എന്താ? ഏറ്റവും താമസിച്ച് വിളക്കണയുന്ന ഒരു ഇടയനുണ്ടെങ്കിൽ പല വിളക്കുകളും അണഞ്ഞാലും അത് എന്നേക്കുമായിട്ട് അണയാതിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ഇടയന്മാരും താമസിച്ച് വിളക്കണയ്ക്കട്ടെ. ആദ്യം വിളക്ക് കത്തട്ടെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഉറച്ചു നിന്നാലേ ഇതെല്ലാം അക്കരെ കയറത്തുള്ളൂ. ഇടയൻ. അപ്പോൾ ഈ മോനങ്ങ് ദൂരെ പോയി. മുട്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്ഷാമം വന്നു. അവനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവൻ അന്വേഷിച്ചു. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് എന്തു ചെയ്യും? പോകും. പടിയിറക്കം തുടങ്ങി. പക്ഷെ തിരിച്ചു കയറുകയാണ്. സുവിശേഷം പടിയിറക്കത്തോടു കൂടി അവസാനിക്കുന്നതല്ല, മടങ്ങി വരവോടുകൂടി അവസാനിക്കുന്നതാണ്. സുവിശേഷം സദ്വർത്തമാനമാണ്. തിരിച്ചു വരുമ്പോൾ അവൻ പറയുന്നൊരു കാര്യം കണ്ടോ? 17-ാം വാക്യം. അപ്പോൾ അവൻ സുബോധം വന്നിട്ട് പറയുന്നു, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും. അപ്പം അന്ന് ദൈവം യാഹ്വേ എന്ന് പറയാൻ പേടിയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ എന്തെടുക്കാൻ പാടില്ല? വൃഥാ എടുക്കുക. അതുകൊണ്ട് യാഹ്വേ എന്ന് പറയാൻ പേടിയായതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്വർഗം. ഈക്വൽ ടു ഗോഡ്, അതാണ് അർത്ഥം. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് വാർഡാണ് സ്വർഗം. സ്വർഗത്തോട് നിന്നോട് ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. എന്നിട്ട് അവൻ പറയുകയാണ്, എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ വാക്ക്, ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാരെന്ത് ചെയ്യുന്നു? തിന്ന് ശേഷിപ്പിക്കും. എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഈ മോൻ അങ്ങ് ദൂരെ പോയിട്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ തിന്നെന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. ചരിത്രം അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾക്കെല്ലാം ചരിത്രം അറിയാം. എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഇത്ര കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഇവിടെ ജനിച്ച് വളർന്ന് 2,00,000 പേരും നാട്ടിൽ നിന്ന് വന്നാലേ വന്നിട്ട് 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിൽ താഴെയുള്ള ചരിത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, കൂലിക്കാർ തിന്നിട്ട് എന്ത് ചെയ്യുക? ശേഷിക്കുക. പണ്ടത്തെ കാലത്ത് കൂലിക്കാർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. അടിയാനും തമ്പ്രാക്കന്മാരുടെ ഒരു ലോകം. അപ്പം വയലിൽ കിടന്ന് ഇവർ കഷ്ടപ്പെടും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന ആരുടെ മുറ്റത്താ? തമ്പ്രാൻ്റെ മുറ്റത്താ. തമ്പ്രാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനേജറാണ്, അയാളാണ് ലാൻഡ് ലോഡാണ്. അയാളെടുക്ക വരും. അപ്പം മുറ്റത്തൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്തൊരു ഇലക്കുമ്പിളിനകത്താണ് കഞ്ഞി വിളമ്പുന്നത്. അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ട്, കോമരനെന്നും കഞ്ഞി കുമ്പിളിലാണ്. നിറച്ചു കൊടുക്കത്തില്ല. നിറച്ചു കൊടുത്താൽ ഉച്ചക്കിറങ്ങുമ്പം പണിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നൊരു കുത്തു. അപ്പോൾ ഈ കഞ്ഞിവെള്ളം അങ്ങ് താപ്പോട്ട് പോകും. അപ്പം ചെല്ലാണ് ഇച്ചിരി കൂടെ കഞ്ഞി കൊടുക്കും.
എന്നിട്ടും നിറച്ചു കൊടുക്കത്തില്ല. കൂലിക്കാർ പട്ടിണിയായിരിക്കും. വൈകിട്ട് വന്നിട്ട് പറയും ഇത്ര പറ കൂലി. അപ്പം പറയും ഇത്രയൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ, അത്രയല്ല. നിന്ന് നോക്കിയാൽ കാര്യസ്ഥൻ്റെ അടി വരും. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോകും. ഒത്തിരി കഥകളുണ്ട്, ഒത്തിരി പാട്ടുകളെല്ലാം അന്ന് ഇറങ്ങിയത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. മലയൻ്റെ മാടത്ത പാട്ടുപാടി മഴയങ്ങ് നിന്നപ്പം മാനം തെളിഞ്ഞപ്പം മലയൻ്റെ മാടത്ത പാട്ടുപാടി. വാഴക്കൊല പറിക്കാൻ വന്നപ്പോഴത്തേന് തമ്പുറം വെട്ടിക്കൊണ്ട് പോന്നു. ഇതെല്ലാം കഥകളാണ്. എല്ലാം ആ ഒരു സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ഇന്ന് തമ്പ്രാക്കന്മാരില്ല. എന്താ കാര്യം? കൂലിക്കാരൻ്റെ കണ്ണീര് വീണിടത്തൊന്നും തമ്പ്രാക്കന്മാരില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഇവിടുത്തെ തമ്പ്രാൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം? ഈ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരുടെ കണ്ണീര് വീണിട്ടില്ല. കണ്ണീര് വീഴാത്ത അപ്പൻ്റെ വീട്ടിലെ മക്കൾ എവിടെ പോയാലും മടങ്ങി വരും. ഒരു കാര്യം ഉറപ്പാക്കിക്കോണേ, ആരുടെയും വീട്ടിൽ കണ്ണീര് വീഴാനിടയാകല്ലേ. കണ്ണീര് വീഴാനിടയാകല്ലേ. സ്തോത്രം ചെയ്തേ. എന്ത് വീഴരുത്? കണ്ണീര് വീഴരുത്. ഗൗരവത്തോട് പറയുക, കണ്ണീര് വീഴരുതേ. ഒത്തിരി വീടുകളിൽ ദൈവദാസന്മാരുടെ കണ്ണീര് കിടപ്പുണ്ട്. പരമാർത്ഥം ദൈവദാസന്മാരുടെ കണ്ണീര് കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദൈവദാസൻ്റെ കണ്ണീര് കിടപ്പുണ്ടെങ്കിൽ തമ്പുരാനോട് ഏറ്റു പറഞ്ഞോണേ. കണ്ണീര് വീഴരുത്. പല വീട്ടിലും ഇന്നും പ്രത്യേകത, കെട്ടിക്കൊണ്ടുവരും. കെട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ അറിയുന്നത് അവൾ കറുത്താന്ന്. കെട്ടുന്നതിന് മുമ്പ് നോക്കണ്ടേ? വാ വിളിച്ച് നോക്കണം. നോക്കത്തില്ല. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവന് പോരാത്തത്. പിന്നെ ഇതിനോട് മിണ്ടത്തില്ല, കൂടെ കൊണ്ടു നടക്കത്തില്ല. ഇതിൻ്റെ പൈസ വേണം, വേറൊന്നും വേണ്ട. ഈ പെണ്ണുങ്ങൾ കിടന്ന് കരയും. പെണ്ണിൻ്റെ കണ്ണീര് വീണോ അതിൻ്റെ ഉണ്ടല്ലോ ടൈലിളകും. കാരണം ആസിഡായി കണ്ണീര്. ഒരു കാരണവശാൽ എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഈ പെണ്ണുങ്ങളെ കരയിപ്പിക്കരുത്. ഇതുങ്ങൾ കരയുകയും ചെയ്യും. കരയിപ്പിക്കരുത്. കരയിപ്പിക്കുന്ന ചേട്ടന്മാരുണ്ട്. തിരിച്ചും അപൂർവമായിട്ടൊക്കെ പെണ്ണുങ്ങളും ഉണ്ടായി. പൈസയുടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചെറുക്കനെ ഇട്ടെന്ത് ചെയ്യും? കരയിപ്പിക്കും. ചെറുക്കൻ്റെ വീട്ടിൽ 10 പൈസ കൊടുപ്പിക്കത്തില്ല. അവിടെ നിന്നുണ്ടൊരു അമ്മ കരയും. എനിക്കൊരു അനുഭവം ഉണ്ടായി കേൾക്കണം. ഈ നാട്ടിൽ വെച്ചുണ്ടായതാണ്. ഇനിയിപ്പോൾ 5-6 പ്രാവശ്യം വന്നേ. ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. നിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ്. ഈ ഒരു സ്ഥലത്ത് പോയി, ഇച്ചിരി ദൂരെ ഒരു സ്ഥലത്ത് പോയി. ലിവർപൂളല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ടല്ലേ പ്രസംഗിക്കുന്നത്. ആദ്യമായിട്ട് വരാം. അപ്പം ഞാനത് ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിനുണ്ട്. എൻ്റെ കസിൻസൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. അപ്പോൾ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് ഇന്നിട്ട് വൈകിട്ട് വീട്ടിൽ പോകണം, നീ വലിയ കമ്മ്യൂണിസ്റ്റിലാന്നൊക്കെ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോകണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ചെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി ദൂരെയാന്ന് വെച്ചോ. ദൂരെയാണ് കേട്ടോ, പരമാർത്ഥമായിട്ടും ദൂരെയാണ്. യു കെയുടെ പാർട്ടാണ്, ഞങ്ങൾ ദൂരെയാണ്. ഞാൻ ഇനി അത്രയും പറയുന്നുള്ളൂ. ഓക്കെ, എനിവേ. അപ്പം അവിടെ ചെന്നപ്പം പണൂത്ത് വിറച്ചിരിക്കുകയാണ്. ഇതുങ്ങൾ അത് റീഫിൽ ചെയ്യുകയാണ്. അവിടുത്തെ ടോപ്പപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുക. പിന്നെ എനിക്കറിയുന്നത്. അപ്പോൾ എന്നെ അങ്ങ് വിറക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചുങ്ങൾ വന്നിരിക്കുന്നു, ഇതുങ്ങളെയും വിറയ്ക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നെ മക്കളെ വിറയ്ക്കുന്നത്? ഇത് ഹീറ്ററില്ലേ? അപ്പോഴാണ് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാനാണ് അടച്ചത്, ഇപ്പോൾ ഇയാളോട് അടയ്ക്കാൻ പറഞ്ഞു, അയാൾ അടച്ചില്ല, അതുകൊണ്ട് ഞാനും അടച്ചില്ല, ഞാനും അടയ്ക്കത്തില്ല. എന്നിട്ട് ഇതുങ്ങളെ വിറയ്ക്കുക. അപ്പോൾ പറയാം പുട്ട് മോർ ജാക്കറ്റ്. അതിനിടയ്ക്ക് 3 എണ്ണം ഉണ്ട് ഈ വിറയ്ക്കുന്ന പിള്ള. പിന്നീട് ഇരിക്കുക, ഇതിങ്ങനെ ബൊമ്മ കച്ചിത്തോറ് പോലെ നിൽക്കുക, ഇതെല്ലാം കൂടെ വാരിയിട്ട്. എന്നാലും തണുപ്പാ. എനിക്കങ്ങ് ദണ്ണം വന്നു. ഞാനങ്ങ് വല്ലാതെ എണ്ണപ്പെടുക. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ വല്ലതും കഴിച്ചോ? അപ്പം പറഞ്ഞു, പിസ്സ മേടിച്ചത്. ഏതാണെന്നറിയാം? ഓഫർ ഇട്ട പിസ്സ. അത് മിനിഞ്ഞാന്ന് അയാൾ മേടിച്ചതാണ്, ഫ്രീസറിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക. അതും മേടിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, കാരണം വാശിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയുടെ അവിടെ അറ്റാക്ക് വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല, ചികിത്സ കിട്ടാതെ അയാൾ മരിച്ചു. അയാളുടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല, ചികിത്സ കിട്ടാതെ 2 അപ്പനും മരിച്ചു. 2 അപ്പനും മരിച്ചു. അപ്പോൾ എൻ്റെ രോക്ഷം അങ്ങ് ഇളകി. അപ്പോൾ എന്നെ കൊണ്ടുപോയത് എൻ്റെ കസിൻ എൻ്റെ ചെവി പറഞ്ഞു, ഇവളെ സപ്പോർട്ട് ചെയ്തോണം. ഞാൻ ചോദിച്ചു, അതന്നെ, അവൾ ഇഷ്ടപ്പെട്ട പൈസ തരും, നമുക്കങ്ങ് പോയാൽ പോരെ. നമുക്ക് എന്താ ഞങ്ങളുടെ വിളക്കപ്പടിയുന്നത്? എൻ്റെടാ, നമുക്കിത് ഏതായാലും ശരിയാകാൻ പോകുന്ന കേസ് കേട്ടല്ല, പള്ളിക്കെട്ടാ, നീ അത് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പോകും. ഞാൻ പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിൽ ചെയ്യണ്ടേ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചൻ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അഹങ്കാരത്തിന് കയ്യും കാലും വേണം. നീ ആരാന്ന് എനിക്കറിയാം, നിൻ്റെ വീട്ടുകാരാരാന്ന് എനിക്കറിയാം, നീ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയാം, കുറച്ചൊക്കെ നിൻ്റെ ദേശവും ചരിത്രമൊക്കെ എനിക്കറിയാം. ഒരു കാര്യം, ഞാൻ ഈ കൊച്ചുങ്ങളെ വിറപ്പിച്ചതിന് എന്നെ 1/2 മണിക്കൂർ ഇരുത്തി വിറപ്പിച്ചത് തമ്പുരാൻ കണക്ക് ചോദിക്കും. ഞാൻ പിന്നെ കേട്ടത്,
അടുത്ത അടിയുണ്ടായപ്പോൾ ആരാണ്ട് അടുത്തുള്ളൊരു പോലീസിനെ വിളിച്ചു, അവനെ റിപ്പോർട്ട് ചെയ്തു. കൊച്ചുങ്ങളെ എടുത്തു വളർത്തുന്നവരില്ലേ, കൊണ്ടുപോയി. കൊച്ചില്ല, ഭർത്താവില്ല, പണമുണ്ടെന്ന്. അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കിടക്കാണേ, അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കിടക്ക. ഈ കണ്ണീരുള്ള വീട്ടിൽ നിന്ന് ശരിയാത്തിൻ്റെ പ്രിയരെ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിക്കണം, കണ്ണീര് വീഴാത്ത വീട്ടിൽ കൊച്ചെവിടെ പോയാലും തമ്പുരാൻ മടക്കി വരുത്തുന്നുള്ള ഉറപ്പാ. കണ്ണീര് വീഴല്ലേ, കണ്ണീര് വീഴിക്കരുത്. മനസ്സിലാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ എത്ര ഉയർന്നാലും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴാനിടയാകരുത്. അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴരുത്. എല്ലാ പൊന്നുമക്കളോട് ഞാൻ പറയുകയാണേ, അപ്പൻ്റെ അമ്മയുടെ എന്ത് വീഴിക്കരുത്, കണ്ണീര് വീഴിക്കരുത്. അവർ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴാനിടയാകരുത്. സ്തോത്രം ചെയ്തേ. അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴരുത്, വീഴരുത്, വീഴരുത്. ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത്, ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത്. വേലക്കാരുടെ കണ്ണീര് വീഴരുത്. ഇത് നോക്കണം, ഈ വീട്ടിൽ വേലക്കാർ തിന്നിട്ട് എന്ത് ചെയ്യുന്നു, ശേഷിപ്പിക്കുന്നു. അപ്പം മടങ്ങി വന്നു. ഉടനെ ഈ മകൻ പറയാണ്, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ എന്തല്ല, യോഗ്യനല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോഴേ അപ്പൻ എന്തോ എന്നറിയാമോ, അപ്പം കണ്ട് മനസ്സലിഞ്ഞു. എവിടുന്നേ അറിഞ്ഞു, ദൂരെ നിന്ന് അറിഞ്ഞു, ദൂരെ നിന്ന് അറിഞ്ഞു, ദൂരെ നിന്ന് അറിഞ്ഞു. ഇവനങ്ങ് ഷാബിയായിട്ട് വരിക. ഇത്ര ദിവസമായി പോയിട്ട് കുറേ നാളായില്ല മക്കളെ, ഇവനെ കണ്ടാൽ അറിയോ? ഇല്ല. ഞാൻ പറയാം അറിയത്തില്ല. എന്നാ കാര്യം അറിയാമോ, എൻ്റെ ഒരു അനുഭവം. ഞങ്ങളൊരു വീട്ടിൽ പോയി. അപ്പോൾ ഒരു ആൻറ്റി ഞങ്ങൾക്ക് ചായയും കാപ്പിയും ഒക്കെ തരുന്നു. ഞങ്ങൾ 3-4 പേരുണ്ട്. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് ഈ ആൻറ്റി ഞങ്ങൾക്ക് ചായയും കാപ്പിയും എല്ലാം കൊണ്ട് തരുന്നു. അപ്പോൾ അവിടെ ഷോക്കേസിൽ ഒരു നല്ല സ്ത്രീയുടെ ഒരു ഫോട്ടോവും ഒരു മുടിയൊക്കെ നല്ല നീണ്ട ഒരു സഹോദരിയുടെ നല്ല ഫോട്ടോ. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നാണ് ആൻറ്റിമാരോട് ചോദിച്ചു, ഈ ഫോട്ടോ ഇരിക്കുന്ന ആളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ കുറേ നേരം നോക്കുകയാണ്. നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലോ, യോ നല്ല പരിചയം, ഇതാരാണ്, ഇതല്ല ഒരെണ്ണം. ഞാൻ പറഞ്ഞു, ഒത്തിരി കഷ്ടപ്പെടണ്ട, നമുക്ക് ഈ ചായ തന്നുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഫോട്ടോയാണ് ആ ഫോട്ടോ. 3 വർഷം മുമ്പത്തെ ഫോട്ടോ. 3 വർഷത്തിന് ഈ വർഷത്തിനും ഇടയ്ക്ക് ഡയബറ്റിക് വന്നൊന്നല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. ആ ആളാണ് ഈ ആളെന്ന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യനുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഈ കൊച്ചൻ ഇങ്ങനെ പോയാൽ അവൻ ഇങ്ങനെ വരുമ്പോൾ അവനെ അറിയണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ അപ്പൻ അറിഞ്ഞു. എന്തായിരിക്കാം, അവൻ ഇന്ന് എവിടെയാണെന്ന് ഹൃദയദൃഷ്ടിയിൽ അറിയാനുള്ള ഒരു വെളിപ്പാടുള്ള അപ്പനായിരിക്കണം ഈ അപ്പൻ. അപ്പന് വേണം, അമ്മയ്ക്ക് മാത്രം പോരാ, അപ്പനും മകൻ്റെ എവിടെയാണെന്നുള്ളതിൻ്റെ അറിവ് വേണം. അറിവ് കണ്ടു. എന്നിട്ട് ഈ അപ്പൻ ഓടിച്ചെന്നിട്ട് എന്തോ ചെയ്തു, കഴുത്തിന് കെട്ടിപ്പിടിച്ചു. എല്ലാവരും പറഞ്ഞ് കഴുത്തിന് എന്തോ ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഈ മകൻ ഒരു സ്റ്റെപ്പ് നടന്നാൽ ഈ അപ്പനൊരു പ്രത്യേകതയുണ്ട്. അപ്പൻ അങ്ങോട്ട് എന്ത് ചെയ്തു, ഓടിച്ചെന്നു. സ്വർഗത്തിലെ ദൈവം ഇതുപോലെ നമ്മളൊന്ന് മടങ്ങി വരാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ അടുക്കലേക്ക് ഓടി വരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ അപ്പൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഉതറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഒറ്റ സ്റ്റെപ്പ് വെച്ചാൽ നിന്റെ അടുക്കലേക്ക് പെതുക്കെയല്ല, ഓടി വന്ന് നിന്നെ ആശ്ലേഷിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഈ അപ്പം വന്നു. ഈ അപ്പം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവനെ എന്ത് ചെയ്തു, കഴുത്തിന് കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു പ്രിയരെ, ഈ അപ്പൻ്റെ പ്രത്യേകത ഞാൻ കണ്ടു. കഴുത്തിന് കെട്ടിപ്പിടിച്ചു. നമ്മുടെ അപ്പനാണെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിച്ചേനെ. പക്ഷേ ഈ അപ്പൻ എന്തോ ചെയ്തു, കെട്ടിപ്പിടിച്ചു. അങ്ങനെ അപ്പന്മാരുണ്ട്, എന്തെങ്കിലും കണ്ട പിന്നെ കഴുത്തിന് എന്ത് ചെയ്യും, കുത്തിപ്പിടിക്കും. ദേഹം കൊണ്ട് ചെയ്തില്ലെങ്കിലും വാ കൊണ്ട് എന്ത് ചെയ്യും, അങ്ങ് പറഞ്ഞു. ഒരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മോനിരുന്ന് പഠിക്കുകയാണ്. പഠിച്ച് അവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. അവനങ്ങ് കുഴിഞ്ഞു പോയി. അപ്പോൾ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നവനെ നോക്കിയിട്ട് അമ്മ പറഞ്ഞു, പപ്പ നോക്കിക്കുക, നമ്മുടെ കൊച്ചൻ പഠിച്ച് കണ്ണെല്ലാം കുഴിഞ്ഞു പോയപ്പാ. അപ്പോൾ പറഞ്ഞു, സാരമില്ലടി, റിസൾട്ട് വരുമ്പോൾ അത് അതുപോലെ തള്ളി ഇങ്ങ് വന്നോളൂ എന്ന്, പേടിക്കണ്ട. മനസ്സിലായല്ലോ? ഇങ്ങനെയും കുറേ അപ്പന്മാരുണ്ട്. പക്ഷേ ഈ അപ്പൻ അങ്ങനത്തെ അപ്പനാണോ? അല്ല. ഓടി ചെന്നിട്ട് എന്തോ ചെയ്തു, കെട്ടിപ്പിടിച്ചു, കഴുത്തിന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം കണ്ടോ, തടിച്ച കാലിന് ചെരുപ്പിട്ടു, ഉടുപ്പ് ധരിപ്പിച്ചു. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ് കർത്താവിൻ്റെ. കണ്ടീഷൻ വെച്ചല്ല എൻ്റെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിനോട് കണ്ടീഷനൊക്കെ വെച്ചാലും തമ്പുരാൻ എന്തോ ചെയ്യും, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്. ഇന്ന് രാത്രി എൻ്റെ പൊന്നു മക്കളെ, യേശു കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ എവിടെയാണോ അവിടെ വന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവം. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ്. എന്നിട്ട് പറയാണ്, തടിച്ച കാളക്കുട്ടി എന്ത് ചെയ്യണം, അറക്കണം. ഫാറ്റഡ് കാഫ്, തടിച്ച കാളക്കുട്ടി. എനിക്ക് കിട്ടിയ ഒരു അറിവ് പറയട്ടെ.
തടിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത് വെറുതെ ഒരു വണ്ണമുള്ള ഫാറ്റായിട്ടുള്ള ഒരു കാളക്കിടാവിനെ അറുത്തു എന്നുള്ളതല്ല. പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സ്പെഷ്യൽ കാഫ് സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാറ്റഡ് കാഫ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരു കാള. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ കുഞ്ഞ് പോയപ്പോൾ അന്നൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കാളയെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തും. എന്തിനാ? കല്യാണത്തിന് അറക്കാൻ, ആ പ്രത്യേക പർപ്പസിന് വേണ്ടി അറക്കാൻ, ആ പ്രോഗ്രാമിന് അറക്കാൻ, ആ ഫംഗ്ഷൻ അറക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ മോഹം പോയപ്പോൾ മുതൽ ഈ അപ്പൻ ഒരു കാളക്കുട്ടിയെ മേടിച്ചു. എന്നിട്ട് ഒരു പ്രത്യേകതയോടെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു, ഇതിനെ വളർത്തണം, നല്ല തീറ്റി കൊടുക്കണം. എന്താ കാര്യം? എൻ്റെ മോൻ വരും, അന്ന് ഞാൻ അറക്കും. ഒരു കാര്യം ഓർത്തോണേ, പ്രത്യാശയുള്ള ഒരപ്പനുണ്ടെങ്കിൽ എവിടെ പോയാലും മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യാശയുള്ള ഒരു അപ്പനുണ്ടോ, എവിടെ പോയാലും മടക്കി വരുത്തും. അപ്പം പറയാണ്, എൻ്റെ മോൻ പോയി, പക്ഷെ അവൻ വരും. ഞാൻ ഈ അപ്പനെ ഒന്ന് നോക്കി, അപ്പൻ എന്നും ചെല്ലും ആ കാളക്കിടാവിൻ്റെ അടുത്ത് ചെല്ലും, അതിൻ്റെ തോഹത്തൊക്കെ തൊട്ടി തൂക്കും, എന്നിട്ട് പറയും, വരുമടാ എൻ്റെ മോൻ വരും. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, വഴിക്കണ്ണുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ, പ്രത്യാശയുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ, ഫെയ്ത്ത് ആക്ഷൻ. പോയപ്പോൾ എന്തോ ചെയ്തു? ഇനിയും പോയി, ഇനിയും വരത്തില്ല എന്നല്ല, ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് എടുത്തു. എന്താ എടുത്തത്? ഒരു കാളക്കുട്ടിയെ മേടിച്ചിട്ട് വളർത്താൻ തുടങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ മോൻ വരും, എൻ്റെ മോൻ വരും, എൻ്റെ മോൻ വരും. അതിന് തീറ്റ കൊടുക്കുന്നു, എൻ്റെ മോൻ വരും. ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞു, ഇതിനെ തട്ടിയേക്കാം, വേണ്ട, എൻ്റെ മോൻ വരും, എൻ്റെ മോൻ വരും. ഫെയ്ത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടോ? വിശ്വാസം നഷ്ടപ്പെടുത്താത്തതുണ്ടോ? ഇന്ന് രാത്രി മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കരമടി ഫെയ്ത്ത് ആക്ഷൻ, പ്രൊഫറ്റിക്കൽ ആക്ടാ അത്, പ്രൊഫറ്റിക്കൽ ആക്ടാ. അയാളൊരു കാളക്കുട്ടിയെ മേടിച്ച് വളർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മോൻ വരും, എൻ്റെ മോൻ വരും. എല്ലാവരും പറഞ്ഞു പോയി, അപ്പം പറഞ്ഞു വരും. എല്ലാവരും പറഞ്ഞു വരത്തില്ല, അപ്പം പറഞ്ഞു വരൂ. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ എന്താ നിന്റെ ബോധ്യം വരുമെന്ന്? അപ്പം പറഞ്ഞു, ഒന്ന്, എനിക്ക് എൻ്റെ അപ്പനെ അറിയാം. രണ്ട്, എൻ്റെ വീട്ടിൽ കണ്ണീര് വീണിട്ടില്ല, എവിടെ പോയാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് രാത്രി പ്രത്യാശയുള്ള അപ്പന്മാരുണ്ടെങ്കിൽ, വഴിക്കണ്ണുള്ള അപ്പനുണ്ടെങ്കിൽ, വിളക്ക് കത്തിക്കുന്ന അമ്മയുണ്ടെങ്കിൽ, തേകുന്ന ഇടയനുണ്ടെങ്കിൽ, പോകാൻ നമുക്കൊന്നും തന്നിട്ടില്ലെന്നുള്ള ഉറപ്പ്. കരങ്ങളടിച്ച് എല്ലാവരും അല്പസമയം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്, ആരും ഇതിനകത്ത് വെറുതെ ഇരിക്കരുത്. കാഴ്ചക്കാർ പ്രൊഫറ്റിക്കൽ ആക്ടായിട്ട് എടുക്കുകയാണ്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, വിശ്വാസം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹർക്കനെ റിഗ ലഗദന റബന ഹംധനെ റുഗന ശബനെ ഹപ്തനെ. സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ, ആരാധന ഉയരട്ടെ. പ്രത്യാശ, പ്രത്യാശ, വിശ്വാസം, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ്. ആര് പറഞ്ഞാലും അംഗീകരിക്കരുത്, ആര് പറഞ്ഞാലും അംഗീകരിക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. ഒറ്റ കാര്യം, വചനം പറഞ്ഞത് മാത്രം അംഗീകരിച്ചാൽ മതി. വചനമാണ് നമ്മുടെ ഉറപ്പ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൻ എന്ത് ചെയ്തു? തടിച്ച കാളക്കുട്ടിയെ വളർത്താൻ തുടങ്ങി. എല്ലാവരും വന്ന് അപ്പനെ ഡിസ്കറേജ് ചെയ്ത് കാണും. ഇനി ഒരുത്തനില്ലേ, അവനെ നോക്ക്. എന്തിനാ വെറുതെ പുളുമ്പടി കളയുന്നത്? എന്തിനാ വെറുതെ പിന്നെ ഇതിന്റെ ചെലവുകളൊക്കെ എടുക്കുന്നത്? എന്തിനാ കാശ് കളയുന്നത്? അവൻ പോയില്ലേ, ഇനിയും വരാൻ സാധ്യതയില്ല. അപ്പം പറഞ്ഞു വരും. എന്താ ബോധ്യം? എൻ്റെ ദൈവത്തോട് എനിക്കൊരു ബോധ്യമുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അവൻ എന്താ പറഞ്ഞത്? നീ ആപത്തിനായിട്ട് പ്രസവിച്ചതല്ല, വൃഥ അധ്വാനിക്കത്തല്ല, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയല്ലോ. അവൻ്റെ സന്തതി അവൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പം ഫോഷ്ക്ക് പറയത്തില്ല. ഇന്ന് രാത്രി അപ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ഈ മണ്ണിൽ വളരുന്ന എല്ലാം പോയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പോകത്തില്ലെന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറുള്ള അപ്പന്മാർ, അമ്മമാർ, വിളക്ക് കത്തിക്കുന്ന അമ്മ, വഴിക്കണ്ണുള്ള ഒരപ്പൻ, പ്രത്യാശയുള്ള ഒരപ്പൻ, സ്റ്റെപ്പ് എടുക്കുന്ന ഒരപ്പൻ, ഹൃദയമുള്ള ഒരു ഇടയൻ, ഇവര് മൂന്നും ഉണ്ടെങ്കിൽ
അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മോട്ടിച്ചുകൊണ്ട് പോകാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ വന്നതിനോ വരുവാനുള്ളതിനോ ഫിലോസഫിക്കോ കൾച്ചറിനോ ഒന്നിനും കഴിയത്തില്ലെന്ന് രാത്രി വിശ്വസിച്ച് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ശകനം ദിഗനം രഗജം രഗലം ദഗനം രഗജം ദഗനം ശകനം ദിഗനം രഗജം ധാരം അർഗൽ ധേരം 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 രഗജം ദിഗനം രഗജം രഗനം ശകനം ഉടക രഗ ദിന രഗ ലഗദന അർക്കന ശകനെ. എല്ലാവരും ഇന്ന് രാത്രി അതിരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അതിരങ്ങൾ തുറന്ന് സ്തുതി ഉയരട്ടെ. വെളിപ്പാടുകൾ വെളിപ്പാടുകൾ വഴി എവിടെയോ മങ്ങിക്കിടക്കുന്ന സകല വിളക്കുകൾ ഇന്ന് രാത്രി കത്തിക്കട്ടെ. ഉണ്ടായിരുന്ന ഉപവാസം തടകുടഞ്ഞ് എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ മുഖൻ വരും. എങ്ങനെ പറയണം? വിശ്വാസത്തോടെ പറയണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നമ്മൾ എങ്ങനെ ഇതിനെ ജയിക്കും? അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചു. അവിടെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. എല്ലാവരും വാക്യം എന്ന് പറഞ്ഞ്, കുഞ്ഞാടിൻ്റെ രക്തം, പിന്നെ തങ്ങളുടെ സാക്ഷ്യ വചനം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ജയിക്കാൻ, ഈ ലോകത്തെ ജയിക്കുവാൻ, ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്നത്. ഒന്ന്, കുഞ്ഞാടിൻ്റെ എന്താണ്? രക്തമാണ്. അതുകൊണ്ട് പ്രിയരെ, എല്ലാ ദിവസവും കഴിവിടത്തോളം യേശുവിൻ്റെ രക്തം പറഞ്ഞു പ്രാർത്ഥിക്കണം. മക്കളെ വിളിച്ച് യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്ത് പറഞ്ഞ് ജയിക്കണം? കുഞ്ഞാടിൻ്റെ രക്തം പോരാ, സാക്ഷ്യവചനം. രക്തം പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കൂട്ടത്തിൽ എന്തുകൂടെ പറയണം? ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയണം. വാഗ്ദത്തങ്ങൾ പറയണം. എല്ലാവരും പറഞ്ഞു പോയെന്ന്, ഇനിയും വരത്തില്ലെന്ന്. അപ്പം പറഞ്ഞത് വരത്തില്ലെന്നല്ല, അപ്പം പറഞ്ഞത് വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, വചനം പറഞ്ഞു, അപ്പം പറഞ്ഞു പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്ന്. ഇന്ന് രാത്രി നീ എന്ത് കാണുന്നു അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. യെരമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തില് ബാലനായ പ്രവാചകനെ ദൈവം വിളിക്കുന്നുണ്ട്. ബാലനായ പ്രവാചകനെ വിളിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ ബാലനാണ്. അവിടെ പറയുന്നത്, നീ അങ്ങനെ പറയരുത്, നീ ഒരു കുഞ്ഞാണെന്ന് പറയരുത്, നിന്നെ ഞാൻ കണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദൈവം ഈ പ്രവാചകനോട് ചോദിച്ചൊരു വാക്കുണ്ട്. എനിക്ക് അതിനെ ഞാൻ ലിറ്ററലി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ, ഒന്ന് വ്യാഖ്യാനിക്കട്ടെ. 1:11 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യെരമ്യാവേ വാട്ട് ഡു യു സീ, നീ എന്ത് കാണുന്നു ചോദിച്ചു. അപ്പോൾ അവനെന്താ പറഞ്ഞത്? ഞാനൊരു ബദാം വൃക്ഷം, ഐ സീ ആൻ ആൽമോണ്ട് ബ്രാഞ്ച്, ഞാനൊരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? യഹോവ എന്നോട് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? ജാഗരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? ജാഗരിക്കും. അപ്പം ഈ പ്രവാചകനോട് ദൈവം വന്ന് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ഞാനൊരു വലിയ പ്രോസ്പെക്റ്റഡ് ആളായിട്ടൊന്നും നിൽക്കുകയല്ല, തെറ്റിദ്ധരിക്കരുതേ. പക്ഷെ വചനത്തിന് വിശ്വാസത്തിന് എപ്പോഴും ഒരു കണ്ണുണ്ട്. പ്രവാചകനോട് ദൈവം വന്ന് ചോദിച്ചു, നീ എന്താടാ കാണുന്നേ? എന്നാ പറഞ്ഞ്, ഞാനൊരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. അയാൾ എന്താ കണ്ടെന്ന് എനിക്കറിയില്ല, വചനം അങ്ങനെ പറയുന്നു, കൊമ്പ് കാണുന്നു. അപ്പൊ പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ, അത് നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? ജാഗരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കണ്ടാലേ അത് നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. വിശ്വസിക്കാമോ? ഞാൻ പറയുന്ന എവിടെയെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് സ്വത്രം ചെയ്തേ. നീ എന്താ കാണുന്നേ? നീ എന്താ കാണുന്നു? ദൈവം പ്രവാചകനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ എന്തോ കാണുന്നു? ബദാം വൃക്ഷം. നീ കണ്ടത് ശരി തന്നെ, നീ കണ്ടത് ശരി തന്നെ. ചിലരുണ്ട്, എൻ്റെ പൊന്നു പ്രിയരെ, കുറെ ദൈവമക്കളുണ്ട്, കണ്ണടച്ച പിശാചിനെ കാണും. നീ കണ്ടത് ശരി തന്നെ, നിന്റെ പുറകെ എന്തോ വരും? പിശാച് വരും. എന്നും പിശാചില്ല എന്ന് ഞാൻ പറയത്തില്ല, പിശാചുണ്ട്. പക്ഷെ എന്നും പിശാചിനെ കാണുന്നത് മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ പോയിട്ട് ട്രീറ്റ് ചെയ്യണം. നിങ്ങളൊരു നല്ല സൈക്കോളജിനെ കാണും.
കണ്ണടച്ച എന്നും പിശാച്, പുലി, ആന, പാമ്പ്. ഈ ഇടയ്ക്ക് ഒരു ഈ പാമ്പെല്ലാം കണ്ടിട്ട് ഒരു ചെറുക്കൻ എൻ്റെ കൂടെ ഉള്ള ഒരു കൊച്ചൻ ചെയ്ത് കിടക്കണം. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൻ രാത്രി കണ്ടു അവനെ പാമ്പ് കടിക്കാൻ വന്നതോ പശു ഏതാണ്ട് കണ്ടു. ചുരുക്കത്തിൽ അവൻ എഴുന്നേറ്റിയും തൊഴിച്ച് പെണ്ണിൻ്റെ പള്ളയ്ക്ക് ചത്തുകൊണ്ടായിരുന്ന പെണ്ണ്. രക്ഷപ്പെട്ടു, തമ്പുരാൻ്റെ കൃപമുണ്ട്. ഇതിനെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു പണിയില്ലായിരിക്കുമ്പോൾ 1000 പണിക്കടെ പുതിയ പണി കൊണ്ടത്. അച്ഛാ പ്രാർത്ഥിച്ചോണേ, നാളെ സ്കാനിങ് അല്ല കേസ് വരുത്. ഞാൻ പറഞ്ഞു ദൈവത്തെ ഒത്ത് ഡോക്ടറോട് പറയരുത് തൊഴിച്ചെന്ന്. വിശ്വസിക്കും ആരെങ്കിലും സ്വപ്നം കണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചേച്ചി ചോദിച്ചു, അച്ഛാ ഇവനും അവളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞു ശരി. അവൻ അത് കാണും, അവളും അവളും കൂടെ കെട്ടിപ്പിടിച്ച്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അച്ഛാ അവൻ തൊഴിക്കുമ്പോൾ പള്ളയ്ക്ക് തൊഴി കൊള്ളണമെങ്കിൽ അവൻ എഴുന്നേറ്റിയും തൊഴിച്ച് കാണത്തില്ല. ഞാൻ പറഞ്ഞു നിന്നെ IPS ആക്കണമായിരുന്നു. സത്യം, അവൻ IPS കൊടുക്കണമായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ പള്ളയ്ക്ക് തൊഴിക്കാൻ പാടാ. അവൻ IPS കൊടുക്കും. ഏതായാലും ഇവൻ പേടിച്ച് കാണും. എൻ്റെ പ്രിയനെ നീ എന്തോ കാണുന്നേ? ഇന്ന് രാത്രി കാഴ്ചയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. എന്ത് കാണണം? കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണണം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തി മിന്നും പരപരമേശ നീ അത്രയൻ. നിന്നെ കാണും ജനങ്ങൾക്കു പരപരമേശ ആദിങ്കൽ അന്ത്യമധുരമത്രേ പരപരമേശ ഓ കാർമേഘത്തി പരപര പരമരു ആമേൻ പരപരമേശ കാർമേഘത്തി കാർമേ ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ 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 ഉടകന റിഗനക രഗലക ദിഗനക ശംധല രംധല പൗഡവരച്ച സൈദര അർഖേധികന്റെ പിശാച് കൊണ്ട് കാണിക്കുന്ന സകല കാഴ്ചകളും ഇന്ന് രാത്രി മാറട്ടെ. വചനത്തിന്റെ കാഴ്ചകൾ കണ്ടാട്ട്, തമ്പുരാന്റെ പദ്ധതിയുടെ കാഴ്ചകൾ കണ്ടാട്ട്, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുന്നത് കണ്ടാട്ട്, എന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കുന്നത് കണ്ടാട്ട്, കാർമേഘത്തിനുള്ളിലും ഞാൻ ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ
പരപരമേശ വരമരുളീശ നീ അത്രയൻ സാന ആബേ പരപരമേശ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും പരപരമേശ. ഓ ആദിങ്കൽ കൈപ്പാകീരു അന്ത്യമ മധുരമത്രേ. ആദിങ്കൽ പരപരമേശ. ഓ പരപരമേശ വരമരുളീശ. ഓ നിന്നോടൊന്നിച്ചുള്ള വാസം. സകല ദുസ്വപ്ന സ്വാധീനങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ കാഴ്ചകളുടെ വൈകല്യങ്ങളും മാറട്ടെ. കർത്താവിന്റെ പദ്ധതികൾ കാണാൻ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികളുടെ ആഴങ്ങൾ അത് കാണാൻ കണ്ണുകൾ തുറക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിന്റെ തിന്മയ്ക്കല്ലെന്ന് നന്മയ്ക്കാണെന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആ കാഴ്ചകൾ കാണുവാൻ കണ്ണുകൾ തുറക്കട്ടെ. യഹോവ എന്നോട് ചോദിച്ചു, നീ എന്താണ് കാണും? അപ്പൊ പറഞ്ഞു, ഞാൻ എന്ത് കാണുന്നു? ബദാംവൃക്ഷം കാണും. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. നീ എന്താണ് കണ്ടത്? അത് ശരിയാകേണ്ടതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ജാഗരിക്കാൻ പോവുകയാണ്. നീ കണ്ടതിന് വേണ്ടി ഞാൻ ജാഗരിക്കും. അപ്പൊ നമ്മുടെ കാഴ്ചക്ക് പ്രാധാന്യം ഇല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്, ഉണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ചെല്ലെന്താ കാണുന്നറിയാം? ചെല്ല് കണ്ണടച്ച കാണും ശവം കിടക്കുന്ന കാണും, ഞാൻ ചത്ത് കിടക്കുന്ന കാണും. എൻ്റെ അപ്പയുടെ അടുക്ക ഒരിക്കലും ഒന്ന് ഒരാൾ വന്ന് പറഞ്ഞ്, കുറച്ച് നിൽക്കുമ്പോൾ ഒത്തിരി നോക്കുമ്പോൾ മനുഷ്യൻ ജനിച്ചാൽ മരിക്കുമല്ലോ, പഠിക്കൊന്നും വേണ്ട, ജനിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കല്ലേ. കാരണം നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് വെച്ചോ, ഇപ്പോൾ ഉയർത്തെഴുന്ന തന്നെ പഴയ അരിശക്കാരൻ തന്നെ ആയിരിക്കും ഉയർത്തെഴുന്നേറ്റ്. പുനരുദ്ധാന ശരീരമൊന്നും വരത്തില്ല. വരുമോ? അത് നമുക്ക് ചിലപ്പം പണിയും കിട്ടും. അതുകൊണ്ട് ജനിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും. പക്ഷേ സമയത്തിന് മുമ്പ് എന്ത് ചെയ്യരുത്? മരിക്കരുത്. എൻ്റെ അപ്പ എടുക്കുക ഒരാളിങ്ങനെ വന്നറിഞ്ഞ് കുഞ്ഞു അച്ഛൻ ചത്ത് കിടക്കുന്നത് ഞാൻ കാണുന്നു. കാണുന്നു. അപ്പോൾ നമ്മൾ കുറേ പോയിച്ച്, അപ്പം എന്താ കണ്ടേ? ചത്ത് കിടക്കുന്നത് കാണും. ഞാൻ കാണുന്നു, നീ ചത്ത് കിടക്കുന്നത് കാണുന്നു.
2 ആഴ്ചയ്ക്ക് അയാൾ പെട്ടിക്കകത്ത്. എന്താ സംഭവം? പിന്നെ എല്ലാവരും കൂടെ അമ്മയെല്ലാം കൂടി മനുഷ്യൻ നിങ്ങളെന്തോ കാണിച്ച് ഇടി അയാൾ പറഞ്ഞ് ഏറ്റെടുത്താൽ ഞാൻ പോകും, നിനക്ക് കാണണോ? ഞാൻ കാണുന്നത് ഇതെല്ലാം പണിത് മക്കളുടെ മക്കളെയൊക്കെ കണ്ട് കുറേ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നോട് കർത്താവ് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണണ്ടേ? ഇയാളി വന്ന് കണ്ടോടെ അത് കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? പോകും. അതുകൊണ്ട് കാണുന്നതെല്ലാം കയറി ഏക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ കാണുന്നതെല്ലാം കയറി ഏക്കരുത്. സ്വോത്രം ചെയ്ത് നീ എന്ത് കാണണം? കർത്താവിന് വചനത്തിൽ പറയുന്ന എല്ലാം കാണണം. നീ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വസിക്കാവും. ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മകളെ കാണും, മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകും. വിശ്വസിക്കുക. കരമട്ടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചേ. കാണണം, കാണണം. ചെല്ലെന്താ കാണുന്നറിയാം? ചെല്ല് കാണുന്നത് എവിടെങ്കിലും ഒരു മുഴ വന്നാൽ ഞെക്കി ഞെക്കി ക്യാൻസർ ആകുന്ന കാണും. പിന്നെ അവരങ്ങ് കാണും, അവിടെ മുടിയെല്ലാം പോയിരിക്കുന്നത് കാണും, പിന്നെ അവർ മരിച്ചു കിടക്കുന്ന കാണും. അത് കണ്ടത് ശരി തന്നെ. ശരിയാണോ? വേണോ? വേണ്ട. കണ്ടത് ചെല്ലുണ്ട്. ഞങ്ങളുടെ അച്ഛൻ 55 പോയി, എനിക്ക് 53 അധികം നാൾ കാണത്തില്ലടി. നീ കണ്ട നടക്കണോ? വേണോ? വേണ്ട. പിന്നെ എന്ത് കാണണം? കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന മുഴുവൻ കാണും. വിശ്വസിക്കാം. വിശ്വസിക്കും മക്കളെ, വിശ്വസിക്കാം. ദൈവം പറഞ്ഞതെല്ലാം നടക്കും. യേശുവിൻ്റെ രക്തം, അതുപോലെ യേശുവിൻ്റെ വചനം പറഞ്ഞ് ജയിക്കണം. ഈ വചനത്തിൽ പറയുന്നതെല്ലാം വിശ്വസിച്ച് പറയണം. എത്ര പേര് അതിന് തയ്യാറുണ്ട്? പറയണം. അവർ യേശുവിൻ്റെ കുഞ്ഞാൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനം ഹേതുവായും ജയിച്ചെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം നമുക്കുണ്ട്. യേശുവിൻ്റെ രക്തം നമുക്കുണ്ട്. അത് നമ്മുടെ പാപത്തെ തകർത്ത് ശുദ്ധീകരിക്കുന്നതാണ്, ശാപത്തെ മാറ്റുന്നതാണ്. ഒപ്പം കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമ്മുടെ ഗതിയെ മാറ്റുന്ന, നമ്മുടെ ഭാവിയെ മാറ്റുന്ന ദൈവ വചനം ഉണ്ടെങ്കിൽ, വചനം പറയാമെങ്കിൽ അത്ഭുതം നടക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വചനം പറയണം. നീ എന്ത് കാണുന്നു? നീ കണ്ടത് ശരി തന്നെ. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാമേ. എൻ്റെ 2ാമത്തെ മോനുണ്ടായപ്പോൾ കോഴിക്കോട്ട് വെച്ചാണ് ഉണ്ടാകുന്നത്. വൈഫിൻ്റെ വീട് അന്ന് കോഴിക്കോടോ. അപ്പോൾ അവരിങ്ങ് പോന്നു. അപ്പം കോഴിക്കോട് വെച്ച് കുഞ്ഞുണ്ടായി, ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ചർച്ചയിൽ ഒരു അമ്മച്ചി മരിച്ചുപോയി. എനിക്ക് പെട്ടെന്ന് വരികയും വേണം. വരാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങി. കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ കണ്ട സന്തോഷം മാറുന്നതിന് മുമ്പ് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് മർമറിങ് ഉണ്ട്, ഹാർട്ടിന് ഹോളാണെന്ന് പറഞ്ഞു. ഞാനങ്ങ് ആകെ ഐസായി, ഹാർട്ടിന് ഹോള്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചെന്ന് സംസാരിച്ചു, എന്തോ ചെയ്യണം എന്ന് പറഞ്ഞു. ഒക്കെ ഇത് 100% ഉറപ്പാണ്, കുഞ്ഞിന് ഹാർട്ടിന് ഹോളാണ്. പിന്നെ അതിൻ്റെ സിവിയാരിറ്റി എന്തോ ഉണ്ട് അതൊക്കെ അറിയണ സമയമെടുക്കും. ചിലപ്പം അത് അടയാം, പക്ഷേ അതിന് 4-5 വയസ്സ് എടുക്കണം. അന്നേരം വീണ്ടും എക്കോ ചെയ്തിരിക്കണം, അങ്ങ് അറിയത്തില്ല. പിന്നെ ഞാൻ ചുണ്ട എന്തോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ അത് നമുക്ക് നോക്കാം. എനിവേ ഇതാണ് റിയലായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഞാനങ്ങ് ആകെ വിഷമിച്ചു. ഞാൻ അവിടുന്ന് വരികയാണ്, കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഡ്രൈവറുണ്ട്. എൻ്റെ പൊന്നെ, സ്പീഡാന്ന് പറഞ്ഞാൽ അവൻ 10 പോവും, പെതുക്കിയാന്ന് പറഞ്ഞാൽ അവൻ 150 പോവും. അത് എവിടുന്നെങ്കിലുമൊക്കെ തമ്പുരാൻ ഓരോരുത്തരെ വിടും ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടി. ചില കർത്താവ് പ്രത്യേകം അയക്കും, നിയോഗിച്ച്. അപ്പം ചിലർ നമ്മളിങ്ങോട്ട് വിടുന്ന എന്താ പഠിപ്പിക്കാനാ? അവർക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ഉണ്ടാകാനുമല്ല. പിന്നെ ആർക്ക് മാറ്റം ഉണ്ടാകാനാ? നമുക്ക്. ഞാൻ അങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ മിണ്ടാനൊക്കെ ഇല്ല. കോഴിക്കോട്ട് നിന്ന് റാന്നി വരെ കരഞ്ഞു. കാരണം കുഞ്ഞിനും ആട്ടിനും ഓളാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു രസമുണ്ടായി. ഞങ്ങൾ ഈ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊരു ദൈവദാസൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ രാത്രി 1 മണി 2 മണി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂതൊക്കെ പറയുന്നൊരു ദൈവദാസനാണ്. എനിവേ അപ്പോൾ ഇങ്ങനെ ഇന്ന് ഉറങ്ങുന്നു. അപ്പോൾ പുള്ളിയെ ഉണർത്തണ്ടേ. അപ്പോൾ ഞാൻ ഉറക്കി ഒരു എല്ലിലിയ പറഞ്ഞു, പുള്ളി ഒന്ന് ഉണരാൻ വേണ്ടി. ഉണർന്ന് വന്ന വഴിക്ക് പുള്ളി പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, കുഞ്ഞൊരു കുസൃതി ചെറുക്കൻ ഓടി നടക്കുന്നു, ഒരു വഴക്കാളി, ഒരു കുസൃതി ചെറുക്കനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് കൊച്ചുണ്ടെന്നൊക്കെ ഉള്ളത് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലൊരു ചേച്ചി ഒരു ദർശനം കണ്ടു. ഒരു കുഞ്ഞ്, ഒരു തടിമാടം കൊണ്ട് പണിക്കൊച്ച്, അവനിങ്ങനെ ഓടി നടക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ അവനെ അടിക്കാനൊരു വടിയും കൊണ്ട് ഓടുന്നു. അപ്പോൾ ഈ ചേച്ചി അമ്മയോട് ചോദിച്ചു, എന്തിനാ അച്ചി ആൻറ്റിയെ കുഞ്ഞിനെ അടിക്കുന്നത്? എന്നാൽ അമ്മ അവളോട് ചോദിച്ചു, ആൻറ്റിയോട് ചോദിച്ചു, എൻ്റെ കൊച്ചിനെ അടിക്കുന്ന നിനക്കറിയാം, ഞാൻ നിൻ്റെ കൊച്ചിനെ തല്ലാൻ വന്നില്ല, എൻ്റെ കൊച്ചിനെ അല്ലേ ഞാൻ തല്ലും, നിനക്ക് എന്നെ നട്ടോ എന്നു ചോദിച്ചു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കണ്ടു മറന്നു. അപ്പോൾ എന്നോട് അപ്പനോട് ചോദിച്ചു, ചേട്ടാ ദൈവദാസൻ പറഞ്ഞ എന്താ? ഗുണ്ട് പണി ചെറുക്കൻ, ഓടി നടക്കുന്ന ചെറുക്കൻ, കുസൃതി ചെറുക്കൻ. അപ്പോൾ ഹാർട്ടിന് ഹോളുണ്ട്, ഓടാൻ ഒക്കും. ഹാർട്ടിന് ഒത്തിരി ഹോളാണ്, എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ഓടുമ്പോഴത്തേനും ബ്ലൂയിഷ് ആവും. അപ്പം അതങ്ങ് നീ ഞാൻ കാണും. പിന്നെ ആ ചേച്ചി കണ്ടുവരണോ ഇല്ലേ, ഇങ്ങനെ ഓടുന്നു, അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കുസൃതിയൊക്കെ ആയിരിക്കും.
അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ഡോക്ടർ പറഞ്ഞു. എടാ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, നീ എന്ത് കാണുന്നു? കുസൃതി ചെറുക്കനെ കണ്ടോ? ഓടുന്ന് കണ്ടോ? ഞാൻ പറഞ്ഞു, പപ്പ ഡോക്ടർ. എടാ നീ എന്താ കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, ശരിയടാ പറ, നീ എന്താ കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, ശരി ദർശനം കണ്ടോ എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, പൊക്കോ. കണ്ടു. അത് കണ്ടു. നീ കണ്ടോ? പറയാൻ പാടാ. എടാ നീ അത് കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. എന്നാൽ പൊക്കോ. അപ്പോൾ വേണ്ട, ഇനി മേലിൽ ഈ വിഷയത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് പോയേക്കരുത്. പൊയ്ക്കോ. കണ്ടോ? നീ കണ്ടു, പൊക്കോ. മതി. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, നീ പ്രാർത്ഥിച്ചില്ലാത്ത ഉണ്ടാക്കരുത്, പൊക്കോളം പറഞ്ഞു. ഏതായാലും ഒരു അത്ഭുതം. എൻ്റെ അമ്മ മരിക്കാൻ നേരത്തെ എൻ്റെ പെങ്ങളോടൊന്ന് വിളിച്ച് പറഞ്ഞ്, ഇടി ഇവനെ ശ്രദ്ധിക്കത്തില്ല, നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കൊണ്ട് എക്കോ ചെയ്യണം. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. പക്ഷെ അമ്മ കണ്ടില്ല, അമ്മ മരിച്ചു. പിറ്റേ ദിവസം അമ്മയുടെ അടക്കം കഴിഞ്ഞ പിറ്റേ ദിവസം എൻ്റെ പെങ്ങൾ ഇവനെ കൊണ്ട് പോയി എക്കോ ചെയ്തപ്പോൾ അങ്ങനെ ഹോളേ ഇല്ല, മൊത്തം അടഞ്ഞു. ഒരു കാര്യം ഭയങ്കര സത്യപ്രിയരെ, എന്തോ കാണണം, ദൈവം പറയുന്നത് കാണണം. ഇന്ന് രാത്രി ഈ ദേശത്ത് വളരുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി അല്ല, നമ്മുടെ മുഴുവൻ മക്കൾക്ക് വേണ്ടി നമ്മൾ ചിലത് കാണാൻ പോവുകയാണ്. എന്താ കാണുന്നത്? വചനം പറയുന്നത് മാത്രം കാണും. പ്രവചനം മാറിപ്പോവും. പക്ഷെ വചനം മാറുമോ? വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്തേ. പ്രവാചകനൊന്നും ആശ്വസിക്കേണ്ട. ഏറ്റവും വലിയ പ്രവചനം എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. യെശയ്യാ 59:21. നിന്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവും നിന്റെ വായി ഞാൻ തന്ന വചനങ്ങളും നിന്റെ വായിന്നോ എൻ്റെ സന്തതിയുടെ വായിന്നോ സന്തതിയുടെ സന്തതി വായിന്നോ ഇന്ന് മുതൽ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, അറ്റുപോകത്തില്ല. കണ്ടവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഒറ്റ ആൾ പറഞ്ഞേക്കരുത്, ഇനിയും പിള്ളേരെല്ലാം പഴച്ചു പോയി പൊക്കോട്ടെ. പക്ഷെ നമ്മുടെ അത് പോയിട്ടില്ല, അത്രയും മാത്രം പറഞ്ഞാൽ മതി. എല്ലാം പോയിട്ടില്ല, നമ്മുടെ പോകത്തില്ലെന്ന്. എന്തുകൊണ്ട് പോകത്തില്ല പറയാം. യെശയ്യാ 65:23. നിങ്ങൾ ആപത്തിനായിട്ട് എന്ത് ചെയ്തിട്ടില്ല? പ്രസവിച്ചിട്ടില്ല, വൃഥ അധ്വാനിക്കുന്നില്ല. അങ്ങനെയല്ലേ? യെശയ്യാ 65:21 പറഞ്ഞേ, ഉറക്കെ വായിച്ചേ. നിങ്ങൾ ആപത്ത് എൻ്റെ ദൈവമേ, അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. ഇതെങ്ങനെ ഞാൻ ഈ വചനം ഓർത്തെന്നറിയാമോ? ഞാൻ തിരുവനന്തപുരത്ത് ഒരു മാസവും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആശീർവാദം പറഞ്ഞപ്പോൾ ഒരു മോളെൻ്റെ എടുക്കുക എന്നിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയണം. അപ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു, മറന്നു പോകാണ്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യോ ആശീർവാദം പറഞ്ഞില്ല, ഇനി എങ്ങനെ സാക്ഷ്യം പറഞ്ഞു? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, അതിന് കൊടുക്കുക. അപ്പോൾ അവൾ എഴുന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാടെ കൊച്ചുമോള, ഞങ്ങളുടെ ഒരു പാസ്റ്ററപ്പച്ചൻ്റെ കൊച്ചുമോള. അപ്പോൾ ഈ അപ്പച്ചന് എന്നും കൺവെൻഷൻ നടത്തും. കൺവെൻഷൻ പന്തലിൽ അപ്പച്ചൻ കിടന്നുറങ്ങും. അപ്പച്ചൻ്റെ ശൈലി ഇതാണ്. എന്നിട്ട് അപ്പച്ചൻ വെളുപ്പിന് എഴുന്നിട്ട് വാക്യം വിളിച്ച് പറയും. ഇതാണ് അപ്പച്ചൻ്റെ ശുശ്രൂഷ. അപ്പച്ചൻ സ്ഥിരം പറയുന്നൊരു വാക്യമാണ്, നിങ്ങൾ ആപത്തിനായിട്ട് പ്രസവിക്കത്തില്ല, വൃഥ അധ്വാനിക്കത്തില്ല. ഈ കൊച്ചിൻ്റെ കുഞ്ഞ് ഇവിടെ മടിയിരുന്ന് അങ്ങനെയൊന്ന് വിക്കി കുഞ്ഞ് മരിച്ച പോലായി നീലിച്ചു, മിറങ്ങലിച്ച് അവിടെ കൈ കിടക്കുക. പെട്ടെന്ന് ഈ വാക്യം അവിടെ മനസ്സിൽ ഓർമ്മ വന്നു. 10 വട്ടം അവൾ ആ വാക്യം ഉറക്കെ പറഞ്ഞു, ആപത്തിനായിട്ട് പ്രസവിക്കത്തില്ല, വൃഥ അധ്വാനിക്കുക. അവൾ പറഞ്ഞു, ഒന്ന് തുമ്മി കുഞ്ഞെന്ന് കണ്ണു തുറന്നു. ഒരു കാര്യം ഉറപ്പാണ്, വചനം പറഞ്ഞ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി പറ, നിങ്ങൾ ആപത്തിനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രസവിക്കും. ഞാൻ ആദ്യം വായിച്ച വചനം എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന വേറൊരു സാഹചര്യത്തിലാണ്. ഞാൻ അമേരിക്ക താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ ഒരു മോനൊരു വെള്ളക്കാരത്തിയാണ് കല്യാണം കഴിച്ചിരിക്കുക. അമ്മച്ചി പറഞ്ഞൊരു സാക്ഷ്യം. ആ വെള്ളക്കാരത്തി കെട്ടിയതിൻ്റെ സംഭവം അമ്മച്ചി പറഞ്ഞു. ആ വെള്ളക്കാരത്തി സുവിശേഷകയാണ്. അവർ ആലോചിച്ച് വളരെ ഒഫീഷ്യലായിട്ട് ആ കല്യാണം നടത്തി. ആ വെള്ളക്കാരത്തിൻ്റെ ചരിത്രം പറഞ്ഞു, തൻ്റെ മരുമകളുടെ ചരിത്രം. അവിടെ അമ്മയുടെ അമ്മ ഒരു വിശ്വാസിയായിരുന്നു. മരിക്കാൻ നേരത്ത് ഈ അമ്മച്ചി വളരെ നല്ലൊരു അമ്മ, ഭക്തയായൊരമ്മ, എന്തോ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരടുത്ത് ഇന്ന് ശ്രദ്ധിച്ചു, അമ്മച്ചി എന്താ പറയുന്നത്. അമ്മച്ചി പറഞ്ഞത് ഐസിയ 59:21 ലാസ്റ്റ് വാക്ക്, ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ്. ഐസിയ 59:21 ഇത് പറഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞ് ഇവർ ഈ വാക്യം നോക്കി. ഈ വാക്യം ഇതായിരുന്നു, നിന്റെ പേര് പറഞ്ഞ എൻ്റെ ആത്മാവും നിന്റെ വായുന്നു വചനങ്ങളും നിന്റെ വായുന്നോ എൻ്റെ സന്ധ്യയുടെ വായുന്നോ എന്ത് ചെയ്യത്തില്ല, അറ്റുക. ഇവരെന്ത് ചെയ്തു? 8-10 മക്കൾ, എനിക്ക് കൃത്യ കണക്കറിയില്ല. എനിവേ അവർ ആ വാക്യം അവരുടെ വീടുകളിൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ അവിടെ ഒരു ഫാമിലി ട്രഡീഷനായി, മക്കൾ മാറുന്നിടത്തെല്ലാം ഈ വാക്യങ്ങൾ ഒട്ടിച്ചു വെക്കുന്ന പതിവായി. അങ്ങനെ അത് അവരുടെ ഫാമിലിയുടെ ഭാഗമായി. അതിലൊരു മകളുടെ ഒരു കൊച്ചുമകളാണ് ഇവരുടെ മരുമകൾ. അത് ഇവരുടെ നമ്മുടെ ഈ അമ്മച്ചിയുടെ മോനെ കെട്ടി. അവർ ആഫ്രിക്കയിൽ മിഷണറിമാരാണ്. അമ്മച്ചിയോട് പറഞ്ഞത്, ഈ കുടുംബം, ഈ അമ്മച്ചിയുടെ മറ്റ് പല കൊച്ചുമക്കൾ ആഫ്രിക്കയിൽ സുവിശേഷകരായിട്ടുണ്ട്. അവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഗാദറിങ് വെച്ചു, ഫാമിലി ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ 59 സുവിശേഷകർ, അമ്മച്ചിയുടെ കൊച്ചു ചെറുമക്കൾ സുവിശേഷകരായി ആഫ്രിക്കയിലുണ്ട്. ഒരമ്മയുടെ വചനമാണ് മരിക്കാൻ നേരത്ത്, നിന്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവും നിന്റെ വായി ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിന്നോ നിന്റെ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തില്ല. ഇന്ന് രാത്രി വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പോകുമ്പോൾ
അവർ കുഞ്ഞാന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായി ജയിച്ചു. ജയിച്ചു ജയിച്ചു ജയിക്കണം. ജയിക്കണ്ടേ? തോക്കാൻ നമുക്ക് ഒത്തിരി തന്നിട്ടില്ലല്ലോ, കളയാൻ നമുക്കൊന്നേ ഇല്ല. ഏൽപ്പിച്ച ദ്രമ്മയാ. ഇന്ന് രാത്രി ആ ദ്രമ്മയ്ക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം പറയാൻ, സാക്ഷ്യവചനം പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? റെഡിയായിട്ടുള്ള എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ കരയൊന്ന് ഉയർത്തിക്കേ. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശുവിന് ദൂരം വിഷയമല്ല, യേശുവിന് അകലം വിഷയമല്ല, യേശുവിന് പഴക്കം വിഷയമല്ല, യേശുവിന് കല്ലറ വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വചനം പറയാൻ തയ്യാറുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ എൻ്റെ ദൈവം തയ്യാറാണ്. ലോകം മുഴുവൻ പറയുന്നു പോയി പോയി പോയി. ഞാൻ പറയും പോയിട്ടില്ല. കാരണം എന്താ? കളയാൻ നമുക്ക് തന്നിട്ടില്ല. യേശുവിൻ്റെ രക്തമുണ്ട്, 2 യേശുവിൻ്റെ കർത്താവിൻ്റെ വചനമുണ്ട്. ഇത് 2 നമുക്കുള്ളപ്പോൾ പോത്തില്ല. ഇല്ല. വിശ്വസിച്ച് 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 ഇന്ന് രാത്രി നമ്മുടെ രാത്രി ഇത് ഇവിടെ ഒരു രാത്രി കൊണ്ട് അവസാനിക്കരുത്. ഞാൻ ഏറ്റവും ലളിതവും ശാന്തമായിട്ട് പറയുകയാണ്, ഇവിടം കൊണ്ട് അവസാനിക്കരുത്. ഇത് നിങ്ങളുടെ നിത്യചര്യയായിട്ട് മാറിയാൽ നമുക്ക് ശേഷം ഒരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള എല്ലാ മക്കളും, എല്ലാ അമ്മമാരും, എല്ലാ അപ്പന്മാരും, കുടുംബമായിട്ട് വന്നവരൊന്ന് എഴുന്നേക്കാമോ? കുടുംബമായിട്ട് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? അവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. കുടുംബമായിട്ട് വന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. നമ്മളുടെ ദിവസമല്ല, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. കുടുംബമായിട്ട് വന്നവരെല്ലാം എഴുന്നേറ്റേ. കുടുംബമായിട്ടൊന്ന് നിൽക്കാവുന്ന ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കുടുംബമായിട്ട് നിന്നേ. നിങ്ങളുടെ മക്കളെ കൂടെ വിളിച്ചേ, വിശ്വാസം പ്രഖ്യാപിച്ചേ. നീ എന്ത് കാണുന്നു? കാണണം. എന്ത് കാണണം? ഇവർ കർത്താവിന് വേണ്ടി ഈ രാജ്യത്ത് നിൽക്കും. അവരാരും വഴിപഴച്ച് പോത്തില്ല, അവരാരും തോന്നിയാസം പോത്തില്ല, അവരാരും നാളെ സഭയെ കാണാതെ പോത്തില്ല, അവരാരും കഞ്ചാവ് മയക്കുമരുന്നിന് അടിമയാകത്തില്ല. ഇന്ന് രാത്രി ഉറപ്പ് അന്തരീക്ഷം കളയാതെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാൻ പോവാ. നമ്മൾ ജയിക്കാൻ പോവാ, തോക്കാനല്ല, ജയിക്കാൻ പോവാ. ജയിക്കാൻ പോവാ. അങ്ങോട്ടേക്ക് ഒന്ന് മാറിയൊക്കെ നിൽക്കണേ. ആരെങ്കിലും കുഞ്ഞുങ്ങൾ പേരൻസ് ഇല്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവദാസ അപ്പച്ചൻ ഇവിടെ ഉണ്ട്. പേരൻസ് ഇല്ലാതെ ആരെങ്കിലും മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരാം. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടയന്മാരിവിടെ ഉണ്ട്. മക്കള് പേരൻസ് വരാതെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പാസ്റ്റർമാരിവിടെ ഉണ്ട്, ദൈവദാസന്മാരിവിടെ ഉണ്ട്. അവർ ശുശ്രൂഷയ്ക്ക് തയ്യാറാണ്. അവരെടുക്ക വരണം. കസേരകളൊന്നും അങ്ങോട്ടേക്കോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങോട്ടേക്കോ നിന്നേ, സജീവമായിട്ട് നിന്നേ. ആർക്കെങ്കിലും ഇതിനകത്ത് ഇഷ്ടക്കേടുണ്ടെങ്കിൽ, അല്ല ഇത് ശരിയല്ലെന്ന് തോന്നുന്നു, അങ്ങനെയെങ്കിലുമുള്ള ചിന്തകളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യണ്ട. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസം മക്കളെ. കാരണം എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എനിക്ക് ഭയങ്കര ദൈവവചനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. എനിക്ക് വചനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം എൻ്റെ കർത്താവ് കള്ളം പറയത്തില്ല. ആകാശം ഭൂമി മാറിപ്പോയാലും എൻ്റെ കർത്താവിൻ്റെ വചനം മാറത്തില്ല. നിന്നെ എല്ലാവരും നിന്നോ? റെഡിയാണോ? മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങൾ നിന്നേ. കരങ്ങളെ കോർത്ത് പിടിച്ചേ. കുടുംബങ്ങൾ മാത്രം, അതാത് കുടുംബങ്ങൾ കരങ്ങളെ കോർത്ത് പിടിച്ചേ. പേരൻസ് മക്കളെ ഇവിടെ പേരൻസ് ഇല്ലാതെ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർ ദൈവദാസന്മാർ എടുക്കുവരും. അവർ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും. ഷിഖാന റബല ഹംതുനി റിബന ഹദന റബനെ ഹംധനെ. ഒരു ഭയങ്കര ശുശ്രൂഷ ഇന്ന് രാത്രി നടക്കുക. നീ എന്ത് കാണുന്നു? എല്ലാ പേരൻസ് മക്കളെ ഇവര് പ്രഖ്യാപിക്കും. നിങ്ങൾ എന്തോ കണ്ടാലും നിങ്ങളെങ്ങും പോത്തില്ല. എന്താ കാര്യം? നിങ്ങൾ പോയാലും മടക്കി വരുത്തും. കാണാൻ അപ്പനുണ്ടോ? പറയാൻ അപ്പനുണ്ടോ? എവിടെ പോയാലും മടക്കി വരുത്തുന്ന എൻ്റെ തമ്പുരാൻ്റെ ഇഷ്ടമാണ്. യേശുവിൻ്റെ നാമത്തിൽ റെഡിയാണോ? ആർ യു റെഡി? പറയാൻ പോവാ. അവർ എന്തുകൊണ്ട് പറയുന്നു? വചനം പറയുന്നു. കുഞ്ഞാൻ്റെ രക്തവും സാക്ഷ്യവചനം. വചനം പറയാൻ പോവാണ്. നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച്, അപ്പനും അമ്മയും കൂടെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ അപ്പം മാത്രമാണോ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ പറയണം, ഏറ്റു പറയണം. ഇതാകുന്നു യഹോവയുടെ അരുളപ്പാട്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായി ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ലെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. അത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി വിശ്വസിക്കുന്നു.
യെശയ്യാ 65 ആ വാക്യം പറഞ്ഞ് 65, 23 പറയാൻ പോവുകയാണ്. ലൈവിൽ കാണുന്നവരെ, നിങ്ങൾ ലൈവിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിക്കുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഇപ്പോൾ പങ്കുചേരാവുന്നതാണ്. യെശയ്യാ 65, 23 ഞാൻ ഉറക്കെ പറയുന്നു. അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. ഈ വചനപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കും. അവർ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. യെശയ്യാ 54, 13 എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും എൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും എൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. എൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. എൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. സങ്കീർത്തനം 127. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വചനം പറയുന്നു, നഗരവാതിക്കൽ വച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. ഞങ്ങളുടെ മക്കൾ നിമിത്തം ലജ്ജിക്കുവാൻ ഒരു കാലത്തും കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കത്തില്ല. സങ്കീർത്തനം 127. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കോ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വരവിന് താമസമെങ്കിൽ ഇവരെ മാത്രമല്ല, ഇവരുടെ കുടുംബജീവിതം കണ്ട് ഇവരുടെ മക്കളെ കൂടെ ഞങ്ങൾ കാണും. സങ്കീർത്തനം 128. മക്കളുടെ മക്കളെ നിങ്ങൾ കാണും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈ പോലെ, നിന്റെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തുള്ള പോലെ യേശുവിന്റെ നാമത്തിൽ ആ വചനം ഈ കുഞ്ഞുങ്ങളിൽ നിവർത്തിയാകട്ടെ. ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ദുഷ്ടനെ അനുവദിക്കത്തില്ല. കുഞ്ഞാടിന്റെ രക്തം ഞങ്ങൾ ഈ മക്കളെ മേൽ തളിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. യേശുവിന്റെ വചനം പറഞ്ഞ് ഞങ്ങളെ ഇവരെ മുദ്രയിടുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത കർത്താവിന്റെ വചനം കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ നാളെ സഭകളിൽ കാണും. അവർ നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കോ. വചനം അങ്ങനെ പറഞ്ഞത്, പ്രവാചകൻ കണ്ടത് ഞങ്ങളുടെ മക്കൾ നിവർത്തിയാകും. അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരും. വചനം പറഞ്ഞത് ഞങ്ങളുടെ മക്കൾ നിവർത്തിയാകും. കർത്താവ് വരാൻ താമസിച്ചാൽ അത് സംഭവിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നേ. യേശുവേ, ഞങ്ങളുടെ അവിശ്വാസത്തെ പൊറുക്കണമേ. രാത്രി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിച്ച് പറയുന്നു. ദൈവത്തെ ഇത് എന്തുകൊണ്ട് നിർത്തരുത്? ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വചനങ്ങളും നിങ്ങൾ എന്നും പറയണം. നിങ്ങളുടെ മക്കളെ വിളിച്ചു നിർത്തി കുടുംബമായി പറയണം. എഴുതി വച്ച് പറയണം. കാണാതെ പഠിച്ചു പറയണം. രക്തം ജയം, രക്തം ജയം. എല്ലാവരും പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവേ, സഭയിൽ നിന്ന് ഇറങ്ങരുതേ. എല്ലാവരും ഞങ്ങളൊക്കെ തീഷ്ണതയോടെ ഞായറാഴ്ചകൾ ആരാധനയെ പങ്കെടുക്കട്ടെ. ഒരുക്കത്തോടെ പങ്കെടുക്കട്ടെ. ഉത്സാഹത്തോടെ പങ്കെടുക്കട്ടെ. അവർ ഞങ്ങളെ നിർബന്ധിക്കട്ടെ. അവർ ഞങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവേ, തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തെ ഞങ്ങൾ കാണുന്നു. ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ അവർ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. അപവാദത്തിന് അവസരമില്ലാത്തവരായിരിക്കട്ടെ. അവിടെ യൗവനം ആരും തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും ഈ
ഈ മക്കൾ മാതൃകയായി മാറട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മക്കളെ എല്ലാം കവർ ചെയ്യുന്നു. തമ്പുരാന് ദൂരം പ്രശ്നമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ദൂരത്തിരിക്കുന്ന മക്കളെ യേശുവിൻ നാമത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്കും ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവേ, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനെ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനെ, ഇവർ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അങ്ങക്ക് ഇവരെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി അവിടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നും ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് ഇവരുടെ മുമ്പിൽ ഭാവി തുറക്കട്ടെ. ആർക്കും അടയ്ക്കാൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനെ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനെ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനെ, വിദ്യാഭ്യാസ ഭാവി തുറക്കട്ടെ. ആത്മാവിന്റെ ആ കലവറകൾ ഇവിടെ മേൽ തുറക്കട്ടെ. അവിടുത്തെ ഭണ്ഡാരമായ ആകാശം ഇവർക്കായി തുറക്കട്ടെ. ഇവർ ലാസ്റ്റ് അല്ല ഫസ്റ്റ് ആകട്ടെ, പിൻവരല്ല മുൻവരാകട്ടെ, വാലല്ല തലയാകട്ടെ, താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കട്ടെ, നിന്ന മാത്രമല്ല മാനപാത്രമാകട്ടെ. ഇവർ വ്യസനപാത്രങ്ങളല്ല മാനപാത്രങ്ങളായി മാറട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര. ഇവർ ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറട്ടെ, ലോകത്തിൽ ഉന്നതരായി മാറട്ടെ, ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറട്ടെ. കർത്താവേ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂഫോസ് ഈ വചനം പറഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇവർ ക്രിസ്തുവിൽ പ്രസിദ്ധരാകട്ടെ, ഇവർ ലോകത്തിൽ ഉന്നതരാകട്ടെ, ക്രിസ്തുവിൽ പ്രസിദ്ധരാകട്ടെ. ഞങ്ങളെക്കാൾ അപ്പുറത്ത് ഇവർ ഉപയോഗിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഇവർ അറിയപ്പെടട്ടെ. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്ര. യേശുവിൻ നാമത്തിൽ തന്നെ